ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ്. ക്ലാസിഫിക്കേഷൻ എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. ബ്രിഡ്ജിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ സൂപ്പർ സ്ട്രക്ചർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആക്ഷൻ. ഓക്കെ, അതിനകത്ത് വരുന്ന ടൈപ്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ സ്ലാബ് ബ്രിഡ്ജസ്, അതുപോലെ തന്നെ രണ്ടാമത് ഗേർഡർ ബ്രിഡ്ജസ്, തേർഡ് വൺ ട്രസ് ബ്രിഡ്ജസ്, ഫോർത്ത് വൺ സസ്പെൻഷൻ ബ്രിഡ്ജസ്, ലാസ്റ്റ് വൺ ആർച്ച് ബ്രിഡ്ജസ്. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് സ്ലാബ് ബ്രിഡ്ജസ്. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യം നമ്മുടെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് 3 മീറ്റർ ടു 6 മീറ്റർ അതിൽ കുറവാണെങ്കിൽ വരുന്നതാണ് സ്ലാബ് ബ്രിഡ്ജസ്. ഓക്കെ, ഈ സ്ലാബ് ബ്രിഡ്ജസിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ നമ്മൾ കൾവെർട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജ് സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ ഓർ ലെസ് എന്നുള്ള കണ്ടീഷനാണ് കൾവേർട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം, കൾവേർട്ട് എന്ന് പറയാം. സ്ലാബ് ബ്രിഡ്ജസിനെ കൾവേർട്ട് എന്നുകൂടെ പറയും. രണ്ടാമത്തെ ടൈപ്പ് ആണ് ഗേർഡർ ബ്രിഡ്ജസ്. ഗേർഡർ ബ്രിഡ്ജസ് നോർമലി യൂസ് ചെയ്യാറുള്ളത് ബ്രിഡ്ജസിൻ്റെ സ്പാന് വലിയ ലെങ്ത് ഉള്ള ബ്രിഡ്ജസിലാണ് നമ്മൾ ഗേർഡർ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഗേർഡർ ബ്രിഡ്ജിനെ അതുപോലെ തന്നെ ബീം ബ്രിഡ്ജ് എന്നുകൂടെ അറിയപ്പെടുന്നു. വിവിധ പിയേഴ്സിനെ ഹൊറിസോണ്ടലി ജോയിൻ ചെയ്യുന്നത് ഗേർഡർ അഥവാ ബീം വഴിയാണ്. ബീമിന് മുകളിലാണ് നമ്മൾ സ്ലാബ് പ്ലേസ് ചെയ്യാറ്. സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ലോഡിനെ സ്ലാബ് കെയർ ചെയ്യും. സ്ലാബിൽ വരുന്ന സാഗിങ് എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗേർഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ലോഡിനെ പിയേഴ്സ് വഴി ഫൗണ്ടേഷൻ വഴി സോയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ രീതിയിലാണ് ഇതിൻ്റെ ലോഡിങ് ഡിസ്ട്രിബ്യൂട്ട് ആക്ഷൻ വരുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ബ്രിഡ്ജാണ് ട്രസ് ബ്രിഡ്ജ്. ഇത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൂപ്പർ സ്ട്രക്ചറിലെ മൂന്നാമത്തേതാണ് ട്രസ് ബ്രിഡ്ജസ്. ട്രസ് ബ്രിഡ്ജസ് നോർമലി യൂസ് ചെയ്യാറുള്ളത് നമുക്കറിയാം, നമ്മൾ കാണാറുള്ളത് റെയിൽവേസിലാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഇതിൻ്റെ ഫ്ലോറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ട്രസ് വർക്കിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ട്രസ് ബ്രിഡ്ജസ് എന്നുകൂടെ പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ടൈപ്പാണ് സസ്പെൻഷൻ ബ്രിഡ്ജസ്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജസിൽ വരുന്ന കാര്യം കേബിൾസ്, അതായത് ഒരുപാട് സെറ്റ്സ് ഓഫ് കേബിൾസ് കർവ് ഷേപ്പിൽ ഹാങ് ചെയ്ത് പിയറിൽ നിന്നും ഹാങ് ചെയ്ത് ഈ ഹാങ് ചെയ്തിട്ടുള്ള കേബിൾസ് ആണ് നമ്മുടെ ഫ്ലോറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സസ്പെൻഷൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജസിൽ വരുന്ന ഫ്ലോറിങ്ങിൽ വരുന്ന ലോഡിനെ കേബിൾസ് വഴി പിയറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ടൈപ്പാണ് കാൻലിവർ ബ്രിഡ്ജ്. നമുക്കറിയാം കാൻലിവർ സ്ലാബിൽ നടക്കുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. വൺ എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഫ്രീ. ഈ ബ്രിഡ്ജിൻ്റെ ഒരു അറ്റം ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. ചില കേസുകളിൽ ഫ്രീ എൻഡ് കേബിൾസ് വഴി ഫിക്സ് ചെയ്യാറുണ്ട്, സ്റ്റേബിൾ ആക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൂപ്പർ സ്ട്രക്ചർ. അതിൽ അവസാനത്തേതാണ് ആർച്ച് ബ്രിഡ്ജസ്. ആർച്ച് ബ്രിഡ്ജസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബ്രിഡ്ജസിൻ്റെ സെൽഫ് വെയ്റ്റും അതിന് മുകളിൽ വരുന്ന വെയ്റ്റും എല്ലാം ത്രൂ ആർച്ച് വഴി പിയറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിയറിൽ നിന്നും ഫൗണ്ടേഷനിലോട്ട് സോയിലോട്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്ന ഫംഗ്ഷൻ. അടുത്ത പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു പർപ്പസ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഹൈവേ ബ്രിഡ്ജസ്, രണ്ടാമത്തേത് റെയിൽവേ ബ്രിഡ്ജസ്, മൂന്നാമത്തേത് ഗ്രേഡ് സെപ്പറേഷൻ ഫുട് ബ്രിഡ്ജസ്. ഓക്കെ, ഹൈവേ ബ്രിഡ്ജസ് പേര് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈവേ പർപ്പസിനാണ്. സാധാരണ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജസ് എന്ന രീതിയിലാണ് പർപ്പസ്. അതുകൊണ്ടാണ് ഇതിന് ഹൈവേ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. രണ്ടാമത് റെയിൽവേ ബ്രിഡ്ജസ്. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ഈ സ്ട്രീമും അതുപോലെ തന്നെ റിവറിൻ്റെ ക്രോസ് ചെയ്യുന്നതിന് ഘട്ടത്തിലൊക്കെ റെയിൽവേ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ബ്രിഡ്ജസിനെയാണ് റെയിൽവേ ബ്രിഡ്ജസ്. ഓക്കെ, മൂന്നാമത്തേതാണ് ഗ്രേഡ് സെപ്പറേഷൻ ഫുട് ബ്രിഡ്ജസ്. നമുക്കറിയാം ചില റോട്ടിലും അതേപോലെ റെയിൽവേ ട്രാക്കിനെ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ബ്രിഡ്ജസ് നിർമ്മിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ട്രസ് ബ്രിഡ്ജസ്. ഓക്കെ, ഈ ട്രസ് ബ്രിഡ്ജസ് ആണ് ഗ്രേഡ് സെപ്പറേഷൻ ഫുട് ബ്രിഡ്ജസ്. നമുക്ക് ഒരു റോഡിൽ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ബ്രിഡ്ജസിനെയാണ് ഗ്രേഡ് സെപ്പറേഷൻ ഫുട് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു അലൈൻമെൻറ്റ്. ഓക്കെ, അക്കോർഡിംഗ് ടു ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ് അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് നോക്കാം. രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് സ്ക്വയർ ബ്രിഡ്ജസ് ഓർ സ്ട്രൈറ്റ് ബ്രിഡ്ജസ്, രണ്ടാമത്തെ സ്ക്യൂ ബ്രിഡ്ജസ്.
സ്ക്വയർ ഓർ സ്ട്രെയിറ്റ് അലൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. ബ്രിഡ്ജസിൻ്റെ അലൈൻമെൻറ്റ് പെർപെൻഡിക്കുലർ ടു ദി സെൻറ്റർ ലൈൻ ഓഫ് റിവർ എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ റിവറിൻ്റെ ഫ്ലോ പെർപെൻഡിക്കുലർ ടു ദി നമ്മുടെ ബ്രിഡ്ജസിൻ്റെ ലൈൻ റോഡ് വേക്ക് പെർപെൻഡിക്കുലർ ആവണം എന്നുള്ളതാണ് ഇതിലെ കണ്ടീഷൻ. അങ്ങനെ എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ സ്ക്വയർ ഓർ സ്ട്രൈറ്റ് അലൈൻമെൻറ്റ് എന്ന ഗണത്തിൽ വരും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്ക്യൂ ബ്രിഡ്ജസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ബ്രിഡ്ജസിൻ്റെ അലൈൻമെൻറ്റ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദി സെൻട്രൽ ലൈൻ ഓഫ് റിവർ. അതായത് റിവറിൻ്റെ ഫ്ലോ ബ്രിഡ്ജസിൻ്റെ അലൈൻമെൻറ്റിന് പെർപെൻഡിക്കുലർ ആവില്ല എന്നുള്ളതാണ് സ്ക്യൂവിൽ വരുന്ന കാര്യം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ക്വയർ ഓർ സ്ട്രൈറ്റ് അലൈൻമെൻറ്റ് എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം. ഒരു ബ്രിഡ്ജസ് അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ ബ്രിഡ്ജിൻ്റെ അലൈൻമെൻറ്റ് റിവറിൻ്റെ ഫ്ലോന് പെർപെൻഡിക്കുലർ ആവുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണം നമ്മൾ ബ്രിഡ്ജസ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അങ്ങനെ അല്ലാതെ സ്ക്യൂ ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ സിൽറ്റിങ്ങും സ്കൗറിങ്ങും സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സിൽറ്റും സ്കൗറിങ്ങും എന്താ നോക്കാം. സിൽറ്റിംഗ് എന്നുള്ളത് ഡെപ്പോസിഷൻ ഓഫ് മിനറൽസ് എന്ന് പറഞ്ഞാൽ റിവറിൽ വരുന്ന സാൻഡ് മറ്റു മിനറൽസ് എല്ലാം റിവറിൻ്റെ ഫ്ലോ ഒരു മിനിമം വെലോസിറ്റി വേണം എന്നുള്ളതാണ്. ആ വെലോസിറ്റിയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. സ്കൗറിങ് നേരെ ഓപ്പോസിറ്റ് ആണ്. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടെയുള്ള ബെഡിനെ ഉള്ള സാൻഡ് സോയിൽ ഇതിനെല്ലാം കൂടെ ഫ്ലോ ചെയ്തു പോകുന്നുള്ളതാണ്. ഈ രണ്ട് പ്രോസസ്സും ശരിക്കും ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് റിവറിൻ്റെ ഫ്ലോ ഒരു തടസ്സമില്ലാതെ വളരെ സ്മൂത്തായിട്ട് സ്കൗറിങ്ങും സിൽറ്റിങ്ങും ഇല്ലാതെ ഫ്ലോ ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധം. അങ്ങനെ സിൽറ്റിങ്ങും സ്കൗറിങ്ങും വന്നു കഴിഞ്ഞാൽ പ്രശ്നം, സിൽറ്റിങ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രിഡ്ജസിൻ്റെ ഒരു ഫ്രീ ബോർഡ് ഉണ്ടാവും. വെള്ളവും ബ്രിഡ്ജസിൻ്റെ ബോട്ടും തമ്മിലുള്ള സ്പേസ് നമ്മൾ നാവിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈറ്റ് ഗ്യാപ്പ് നാവിഗേഷൻ പർപ്പസിന് വേണ്ടി ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ സിൽറ്റിങ് വന്നു കഴിഞ്ഞാൽ ആ ഡെപ്തിൽ മാറ്റം വരും എന്നുള്ളതാണ് പ്രശ്നം. സ്കൗറിങ് വരികയാണെങ്കിൽ അത് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ഫൗണ്ടേഷൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബ്രിഡ്ജസ് നിർമ്മിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്ട്രൈറ്റ് ഓർ സ്ക്വയർ ടൈപ്പ് ആയിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് ബ്രിഡ്ജസിൻ്റെ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് യൂസ്ഡ്. നമുക്കറിയാം ബ്രിഡ്ജസ് പല മെറ്റീരിയൽസും യൂസ് ചെയ്ത് നിർമ്മിക്കാറുണ്ട്. മരം കൊണ്ട് യൂസ് ചെയ്യാറുണ്ട്, ടിമ്പർ യൂസ് ചെയ്യാറുണ്ട്, മാസൻട്രി വർക്ക്, ബ്രിക്ക് മാസൻട്രി, സ്റ്റോൺ മാസൻട്രി, അതുപോലെ തന്നെ RCC ബ്രിഡ്ജസ്, റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ബ്രിഡ്ജസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സ്ട്രെസ് വർക്കിന് സ്റ്റീൽ യൂസ് ചെയ്തിട്ട് ബ്രിഡ്ജസ് നിർമ്മിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജസ്. ഇതൊക്കെയാണ് അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് വരുന്ന ക്ലാസിഫിക്കേഷൻസ്. എന്തായാലും ഓരോന്ന് എന്തൊക്കെയാണ് നോക്കാം. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ് യൂസ്ഡ്. അതിൽ വരുന്ന ആദ്യത്തേതാണ് ടിമ്പർ ഓർ വുഡൻ ബ്രിഡ്ജസ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം ടിമ്പർ വുഡനാണ് മെറ്റീരിയൽ ബ്രിഡ്ജസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നോർമലി തേക്ക്, അതുപോലെ തന്നെ ഡിയോഡർ, അങ്ങനെയുള്ള മരങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ബ്രിഡ്ജസിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി, അതുപോലെ തന്നെ ലൈഫ് എന്നുള്ളതൊക്കെ ആ ടിമ്പറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. ഇതിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ വുഡിൽ വരുന്ന ടെർമൈറ്റ്സ് അറ്റാക്കും ഫംഗസ് അറ്റാക്കും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ലൈഫിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവായിട്ടാണ് ടിമ്പർ അല്ലെങ്കിൽ വുഡൻ ബ്രിഡ്ജസ് യൂസ് ചെയ്യാറുള്ളത്. ടിമ്പർ അതുപോലെ തന്നെ വുഡൻ ബ്രിഡ്ജസിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു കൊറോഷൻ എന്നുള്ളതാണ്. തുരുമ്പിടിക്കില്ല, അതുപോലെ തന്നെ ഗുഡ് ഇൻസുലേറ്റർ ആണ്. ലൈഫ് ഓൾമോസ്റ്റ് 15 ഇയർ, 15 ഇയർ. ദെൻ സ്ക്രാപ്പ് വാല്യൂ വെരി ലോ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ടെർമൈറ്റിൻ്റെ ഫംഗസിൻ്റെ അറ്റാക്സ് അതിൻ്റെ ലൈഫിനെ ബാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. അടുത്തൊരു ടൈപ്പ് ബ്രിഡ്ജസ് ആണ് മാസൻട്രി ബ്രിഡ്ജസ്. മാസൻട്രി ബ്രിഡ്ജസ് നമ്മൾ അതിൻ്റെ പിയർ, അബ്യൂട്ട്മെൻറ്റ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാറുള്ളത് സ്റ്റോൺ മാസൻട്രി, അതുപോലെ തന്നെ സ്റ്റോണ്, ബ്രിക്ക് എല്ലാം യൂസ് ചെയ്തിട്ടാണ്. നോർമലി ആർച്ച് ഷേപ്പിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്.
ഇതിൻ്റെ മെറിറ്റ് എന്താ വെച്ചാൽ ക്രഷിങ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് എല്ലാം കൂടുതലാണ്. ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് വർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ്. അതിൽ വരുന്ന അടുത്ത ടൈപ്പാണ് സ്റ്റീൽ ബ്രിഡ്ജസ്. സ്റ്റീൽ ബ്രിഡ്ജസ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റീലാണ് കോമൺ മെറ്റീരിയൽ. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് ഗ്രേറ്റർ ദാൻ 30 ഇയർ. അതുപോലെ തന്നെ ടെർമൈറ്റ് അതുപോലെ തന്നെ അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റീൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെറിറ്റ്. ഡിമെറിറ്റ് എന്നുള്ളത് ഈസിലി കൊറോയിഡഡ്, അതുപോലെ തന്നെ ഇത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രാക്ക് സർക്യൂട്ടിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് RCC ബ്രിഡ്ജസ്. ഓക്കെ, RCCയിൽ വരുന്ന കാര്യങ്ങൾ മോസ്റ്റ് എഫക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന മെത്തേഡാണ്. നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് RCC ബ്രിഡ്ജസ്, അതുപോലെ തന്നെ RCC പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രീ സ്ട്രെസ്ഡിൽ നേരത്തെ അതിലെ സ്ട്രെസ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഫീൽഡിലോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് രണ്ടിലും മെറിറ്റ് എന്നുള്ളത് ഓൾമോസ്റ്റ് 40 to 50 ഇയേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ 50 ഇയർ, 50 വർഷത്തിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 15 ഇയർ ഇതിന് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ കൊറോഷൻ എന്നുള്ള പ്രശ്നങ്ങളില്ല, ടെർമൈറ്റ് അറ്റാക്സിൻ്റെ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ ലോ ആണ് എന്നുള്ളതാണ് ഇതിന് മെറിറ്റ് ആയിട്ട് വരുന്നത്. RCC ബ്രിഡ്ജസിൻ്റെ ഡിമെറിറ്റുകൾ നോക്കാം. ആദ്യത്തെ ഡിമെറിറ്റ് എന്നുള്ളത് സ്ക്രാപ്പ് വാല്യൂ വെരി ലോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതിന് വെയിറ്റ് ഹെവി വെയിറ്റ് ആണ് RCC, അതുപോലെ തന്നെ പ്രീ സ്ട്രെസ്ഡ് ബ്രിഡ്ജസ്, പിന്നെ കമ്പോണൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹാൻഡ്ലിങ് ലേയിങ് എല്ലാം വളരെ റിസ്കി ആണെന്നുള്ളതാണ്, പ്രത്യേകിച്ച് പ്രീ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജസിൻ്റെ കമ്പോണൻസ് യൂസ് ചെയ്യുന്ന സമയത്ത്. എന്നാലും ഇതിൻ്റെ ലൈഫും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽ RCC എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ബ്രിഡ്ജസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ലൈഫ് എന്നുള്ളത്. ഓക്കെ, അതിൽ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ടെമ്പററി ബ്രിഡ്ജസും രണ്ടാമത്തത് പെർമനൻറ്റ് ബ്രിഡ്ജസും. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു ലൈവ് ലോഡ് സ്റ്റാൻഡേർഡ്സ്. 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ക്ലാസ് എ ലോഡിംഗ് ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ക്ലാസ് എ ലോഡിംഗ് ബ്രിഡ്ജസ്, തേർഡ് വൺ ക്ലാസ് ബി ലോഡിംഗ് ബ്രിഡ്ജസ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രിഡ്ജസിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഷെയർ ചെയ്ത ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.